എന്റെ അൻസാറെ എന്ന് പറഞ്ഞ എങ്ങനെയാണ് ശരി? ഞാൻ ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ വണ്ടി ഒന്ന് ഈ മേളിൽ വന്നാൽ മതി. ഇവിടെ താഴെ ഇറക്കണ്ടെന്ന് അത് പൊളിഞ്ഞ് കിടക്കണമെങ്കിൽ ഞാൻ മേളിലോട്ട് കയറിക്കോളാം. ശരി ശരി. എൻ്റെ പൊന്നോടപ്പുറന്നോനെ ഇങ്ങനെയൊന്നും ആവല്ലേ കേട്ടാ. മഴയും സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഇത് കഷ്ടം തന്നെ മര്യാദ. ഒരു ആവശ്യത്തിന് ഈ എഴുതുകയല്ലേ പഠിക്കുകയല്ലേ, അതിൽ നോക്കിയിരുന്ന് എഴുതി. എൻ്റെ മുഖത്ത് നോക്കിയിരുന്ന് എഴുതിയ എൻ്റെ മുഖത്തിൻ്റെ പടമല്ലല്ലോ വരയ്ക്കുന്നത്. എന്താണ് എഴുതുക? പറഞ്ഞ് എഴുത്. മുത്തേ എവിടെ വെള്ളം എടുത്തില്ലേ? കൊണ്ടുവാ. ഗുളിക ഒക്കെ എടുത്തോ? ഗുളികെല്ലാം എടുത്തു. പിന്നെ ഹോംവർക്കെല്ലാം എഴുതി കഴിഞ്ഞിട്ട് മേളിൽ പോയി അവിടെ നിന്ന് ഫുഡും കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങുക കേട്ടല്ലോ. അല്ല, മേളിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഇവിടെ കിടക്കാം? ഇവിടെ കിടക്കണ്ട, അവിടെ പോയി കിടന്നാൽ മതി. റൊണാൾഡെങ്കിൽ എന്തായാലും രാത്രി വരുമല്ലോ, പിന്നെ ഇനി എന്തിനാ അപ്പുറത്ത് ബുദ്ധിമുട്ടിക്കണേ? ഇടീ അവൻ എപ്പോൾ വരുമെന്ന് ആർക്കും ഒരു പിടുത്തമില്ല. പിന്നെ ഇനി വന്നാൽ തന്നെ അവൻ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എടുത്തോണ്ട് പോയാലും അവൻ അറിയില്ല. പിന്നെ അവനാരും എടുത്തോണ്ട് പോവുകയില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ പോയി കിടന്നാൽ മതി കേട്ടാ. ഇപ്പൊ അപ്പൂപ്പന്റെ മുറിയൊക്കെ ഒതുക്കണം, പാടല്ലേ നമ്മളിവിടെ കിടക്കാം. ഇതിന്റെ കാരണം എനിക്ക് അറിയാണ്ടാടി. എന്ത്? ഇവിടെ ആവുമ്പോഴേ ചേച്ചി ഫോണിലെ സിനിമ കാണാല്ല. അവിടെ ആവുമ്പോ ലില്ലിമാമി വഴക്ക് പറയും. പുതിയ കണ്ടുപിടുത്തം ഇത് പിന്നെ രാത്രി വരെ ഫോൺ കളിക്കാൻ കൊടുക്കാത്ത എന്റെ ദേഷ്യമാണ് ഇങ്ങനെ കള്ളത്തരം. അല്ല ഡാഡി, ഞാൻ കുറച്ചു നേരം കാണും, പിന്നെ ഞാൻ കണ്ടോണ്ട് ഉറങ്ങിപ്പോ. കണ്ടോണ്ടല്ല, നീ കളിച്ചോണ്ടാണ് ഉറങ്ങുന്ന ഗെയിം. കളിച്ചവൻ ഉറങ്ങല്ലേ പെട്ടെന്ന്. പിന്നെ ഇവനെ എങ്ങനെ അറിയാം? പിന്നെ സിനിമ കാണുന്നവര് കണ്ടോണ്ടോ? അതൊക്കെ അവനറിയാം. നിനക്ക് ഫോൺ തരൂല. ഇപ്പൊ വന്നൊന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഫോൺ വേണം. ആ ശീലമൊന്നും വേണ്ട, അതും വേണ്ട. പിന്നെ വേണ്ട, പഠിക്കാനുള്ളത് പഠിച്ചു വെച്ചോളണം. ഇതിന് സംശയം ഉണ്ടെങ്കിൽ ചേച്ചി എടുത്ത് ചോദിക്കും. ഇത് നോക്കി പഠിക്കാനുള്ള പഠിക്കുന്നത്. എടാ നോക്കി എന്തെന്ന് ഇത് സ്പെല്ലിങ്? വാട്ടർ മെലോണ് TE വരാൻ TA. ഇത് ടീച്ചർ ഇത് തെറ്റിയതിനല്ലേ ഇമ്പോസിഷൻ എഴുതി തന്നെയല്ലേ? അത് വീണ്ടും തെറ്റിച്ചാ പിന്നെ അതാണ് തെറ്റുകളുടെ കൂമ്പാരത്തിലേക്ക് പോവല്ലേ പൊന്നു മോനെ. ഡാഡിക്ക് ഇറങ്ങാൻ സമയമായി. വരുന്നില്ലേടി? വാ, കഞ്ഞി കുടിക്കണ്ടേ? ഇറങ്ങുന്നു. പിന്നെ ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് പോ. വേണ്ട, നല്ല കഞ്ഞിയും ചമ്മന്തിയും. പോണ വഴിയിൽ ഞങ്ങള് നായര കടയിൽ 2 കട്ടുദോശയൊക്കെ കഴിച്ച് അതാണ് നല്ലത്. അത് കഴിച്ച് വെറുതെ വയറ് ഇടാക്കിട്ട് പോകണ്ടവാ. നമുക്കൊക്കെ അങ്ങനെ നായർ അങ്ങനെ മോശപ്പെടാൻ തരില്ല. പിന്നെ ഇടീ പ്രത്യേകം ഫോൺ 2 പേർക്കും അങ്ങനെ കൊടുക്കേണ്ട ശ്രദ്ധിച്ചോ. ഫോൺ കൊടുക്കുന്ന പരിപാടിയില്ല, ഞാൻ എടുക്കാറില്ല, ഇവനാണ് എടുക്കുന്നത്. രാത്രി ഫോൺ നോക്കി നിൽക്കാൻ തലവനൊന്നും ഓർമ്മയുണ്ടല്ലേ? മാമി അത് ഫോൺ നോക്കി ഇവൻ പറയുന്നല്ലേ. നല്ല കുട്ടിയായിട്ട് ഇരുന്ന ഡാഡി വരുമ്പോ നിനക്ക് ഇഷ്ടമുള്ളൊരു സാധനം കൊണ്ടുവരും. എന്താണ് നിനക്ക് ഇഷ്ടമുള്ള? അത് തന്നെ. അതൊന്നും പറയില്ല, സർപ്രൈസ്. നിനക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട് അതിലേതെങ്കിലും ഒരു സാധനം കൊണ്ടുവരും. ഇത് ഇവിടെ ഇരുന്ന് എഴുതണം. ഞാൻ മാമിക്കിനെ ആ മുറി ഒതുക്കി കഷ്ടപ്പെട്ട് അത് വൃത്തിയായിട്ട് കിടക്കൊന്നുമല്ല. മാമി ഇച്ചിരി കഷ്ടപ്പെട്ടു. തുണിയല്ലേ ഇതിനെക്കാളും കഷ്ടപ്പെട്ട മാമി നിന്നെ കൊച്ചിലേക്ക് കേട്ടാ. അതില് റൊണാൾഡോ ഇനി അവൻ വരുമ്പോ കുത്തിയൊക്കെ ഇട്ടിട്ട് കിടക്കാൻ പറയണേ. മകളെ നിങ്ങൾ എപ്പോഴാ പോണത്? നമ്മളിപ്പോ കഴിച്ചിട്ട് പോവും. അമ്മൂമ്മ വന്ന തുണ്ടില്ലേ, അതേ മരുന്ന് തന്നെ വാങ്ങിക്കണം. അവര് പറയും ഇത് കമ്പനി വേറെയാണ്, കുഴപ്പമില്ലെന്നൊക്കെ പറയും. എനിക്കത് വേണ്ട. അല്ല അമ്മൂമ്മ, കമ്പനി വേറെ ആണെങ്കിൽ സാധനം സെയിം ആയിരിക്കും. പല പല കമ്പനി ഇറക്കുന്ന, നമുക്ക് അത് കിട്ടിയാ പോരെ. എനിക്ക് വേണ്ട, എനിക്ക് ഈ കമ്പനിയുടെ ഇതേ മരുന്ന് മതി, മനസ്സിലായോ? അതില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഇങ്ങ് പോരി. അത് കൊള്ളാലോ. ഇന്നും മഞ്ഞക്കറിയല്ല, ഇന്നിപ്പം മഞ്ഞക്കറി, നാളെ അവര് ചുമപ്പ് കറിയാക്കും. അങ്ങനെ അവർക്ക് മാറ്റി മാറ്റി. ലില്ലി വന്ന് വരട്ടെ. അത്ര നേരമായി മറക്കാം. പിള്ളേര് മഴയ്ക്ക് മുമ്പ് പോയിട്ട് വരട്ടെ. എടുത്തോ. അല്ല
റൊണാൾഡിനെ കണ്ടില്ലല്ലേ? സാധാരണ എന്തെങ്കിലും കഴിക്കാൻ നേരത്തെ റൊണാൾഡല്ലേ നേരത്തെ വന്നിരിക്കുന്നത്. റൊണാൾഡോ അച്ഛൻ വെളുപ്പിനെ വന്നത്, എന്തോ പണിയുണ്ടായിരുന്നു. എന്നിട്ട് വന്നിട്ട് എൻ്റെ ഇത് മീൻകറിയും വാങ്ങിച്ചുകൊണ്ട് പോയി, പഴങ്കഞ്ഞി കുടിക്കാനാന്ന്. എന്നിട്ട് പറഞ്ഞു ഉച്ച വരെ ഞാൻ കിടന്നുറങ്ങും, ഒരു മനുഷ്യൻ എന്നെ വിളിച്ചേക്കരുത്. അയ്യോ, രാത്രി നേരം വെളുക്കുന്നവരെ എന്തോന്ന് വർക്ക്ഷോപ്പ് പണി? വർക്ക്ഷോപ്പിലല്ലേ, ഇപ്പൊ എന്തോ കാറ്ററിങ്ങിന് പോണില്ലേ, പാചകം. അതിന്റെ തക്കുടു ഉറങ്ങാ വാ, എണീച്ചു വാ. ഇല്ല ഞാൻ വരൂല. എടാ കടയിൽ പോവാൻ മതി വല്ലാന്ന് പറഞ്ഞിട്ട്. ഇല്ല ചേച്ചി, എനിക്ക് ചോക്കോബാർ വാങ്ങിച്ചു. എടാ ചെറുക്ക, ചോക്കോബാർ കഴിച്ചാൽ നിനക്ക് തൊണ്ട വയ്യാതാവും, പനിയാവും. ഇല്ല ചോക്കോബാർ എനിക്ക് വേണം. അവസാനം പനിയാവുമ്പോ അമ്മയടുത്ത് നീ പറയും മുത്തു ചേച്ചി അമ്മ അടിച്ചത് എന്നിട്ട് എനിക്ക് കിട്ടും. ചോക്കോബാർ വാങ്ങിച്ചു തരാൻ ഞാൻ വരൂ. എടാ നിനക്ക് വേറെ നീ കട്ട്ലറ്റോ ലേസോ മീട്രോളൊക്കെ മേടിച്ചു തരാൻ അതൊന്നും വേണ്ട, എനിക്ക് ചോക്കോബാർ മതി. ഇത് അഹങ്കാരമാണേ. ഇല്ലെങ്കിൽ ഞാൻ വരൂല. ഞാൻ ഷൂട്ടിങ്. റൊണാൾഡോ അങ്കിളേ, എന്റെ കൂടെ കടയവാ, കടയവാ എന്റെ കൂടെ. എന്റെ പൊന്നുമില്ലേ, ഞാൻ പണി കഴിഞ്ഞ് വന്ന് കിടന്നപ്പോഴും ഞാൻ ലില്ലിയെടുത്ത് പറഞ്ഞ എന്നെ ശല്യം ചെയ്യലേന്ന്. അനിയനെ വിളിച്ചോണ്ടോ? അവൻ വരണില്ലെന്ന്, അവന് ചോക്കോബാർ കഴിക്കണോ, അവന് പനി വരൂലേ ചോക്കോബാർ മേടിച്ചു കൊടുത്താ. അങ്കിളെ ഇവന് ചോക്കോബാർ മേടിച്ചു കൊടുത്ത പനി വരൂ. ചെല്ലടാ, നിന്റെ ചേച്ചിയല്ലേ ഒന്നാ പാക്കണ്ണന്മാരൊക്കെ പിടിച്ചോ എന്തെടുത്തല്ലോ. ഇല്ല എനിക്ക് ചോക്കോബാർ ഇല്ല. ഞാൻ ഒന്ന് ചെല്ലടാ, ആഴ്ച കിടക്കണ്ടാ. ചോക്കോബാർ വേണം. നിനക്കത് വേണം. സെറ്റായില്ല, എനിക്കെന്താ മേടിച്ചോണ്ട് വരും? എന്താ വേണം? ബാലന്റെ പഴംപൊരിയാണ് ഈ സമയത്ത്, അത് രണ്ടു മേടിച്ചു. പഴമ്പൊഴി മതിയോ? പഴമ്പൊഴി എത്ര എണ്ണം വേണം? 2. ഓക്കെ. അമ്മ, ഇവിടെ വണ്ടി പണിയുന്ന മെക്കാനിക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. വണ്ടി പണിയുന്ന മെക്കാനിക് എവിടെയാ? വണ്ടി പണിയാൻ മെക്കാനിക്. ആ, അയ്യോ അവൻ പണിയും കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങുവാ. അയ്യോ, അത്യാവശ്യമായിരുന്നു, ഒന്ന് വിളിക്കാവോ? അല്ല അവൻ എന്തുവാ? അല്ല റൊണാൾഡിനെ തിരക്കി വന്നതാ. എന്തായിരുന്നു? വണ്ടിക്ക് ഒരു ചെറിയ മിസ്സിങ്, ചേട്ടനെ ഒന്ന് വിളിക്കാവോ? വെളുപ്പിനെ പണിയും കഴിഞ്ഞ് വന്നത്, അയ്യോ, ഒന്ന് വിളിക്കാവോ? വിളിച്ചു നോക്കട്ടെ. അയ്യോ മക്കളെ, അവൻ വിളിക്കരുതെന്നല്ലേ പറഞ്ഞത്? പണിയുള്ള എന്തിനമ്മ കളയണത്? വിളിച്ചു നോക്കാം, എഴുന്നേക്കുവാന്നറിയാം. അച്ചാച്ചാ, അച്ചാച്ചാ നീ വന്നേ. ഹിന്ദു ഇത് ആ പിള്ളേരുടെ വണ്ടിക്ക് എന്തോ പ്രശ്നമാണ്. എന്താ ചേട്ടാ, ഞങ്ങള് വണ്ടിയോടി വന്നതാണേ. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നു. മേളിലെ കടയിൽ ചോദിച്ചപ്പോഴാ ഇവിടെ ഒരു മെക്കാനിക് ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വന്നത്. നോക്കി കൊടുക്ക, എന്തിനാ പൈസ? അതെ, ഓടിച്ചാണ്ട് അതിലാ മാവിന്റെ വീട്ടിലോട്ട് വാ. ശരിയാ. ചായ വേണം? വേണ്ട. പുതിയ വണ്ടിയാണല്ലോ. ആ ചേട്ടാ, പുതിയ വണ്ടി. അത് ഓട്ടത്തിൽ നിന്ന് മിസ്സിങ്ങാ? ആ, ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിൽക്കുന്നു, വന്നോണ്ടിരുന്നപ്പോഴും. ആണോ? ആ, ഇത് ഓടാതെ അങ്ങനെ കയറ്റി വെച്ചിരുന്നാണോ? അല്ലല്ല, ഇത് സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടിയാ. ആണോ? അതെ. നേരത്തെ ഉണ്ടായിരുന്നു, അത് ഇപ്പൊ തുടങ്ങിയ? ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഒരു ചെറിയ മിസ്സിങ് പോലെ. ഇപ്പൊ എന്തോ നോക്കാം. ഞാൻ ഇന്നലെ ഒരു പണി കഴിഞ്ഞിട്ടേ ലേറ്റായിട്ടാ വന്നത്. അതുകൊണ്ട് വലിയ ടൂൾസുകളൊന്നുമില്ല, അത്യാവശ്യം ടൂൾസേ ഉള്ളൂ. മേജർ പണിയല്ലാന്ന് നിങ്ങൾ ഷോറൂമിലാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോ ഇവിടെ എൻ്റെ കാര്യം ഇങ്ങനെ ആര് പറഞ്ഞു? ആ നേരെ മേളിൽ കാണുന്ന ചേട്ടനില്ലേ, കടയിലെ ചേട്ടൻ, ബേക്കറി എടുത്ത്. ആ പുള്ളിയാ പറഞ്ഞത്. ആ പുള്ളിയെ പറഞ്ഞു. അത് ശരി. എവിടെ ഞങ്ങളുടെ വീട്? ഞങ്ങളുടെ സ്ഥലം പേയാടാ. പേടാണ്. ചേട്ടാ, ഇത് ചേട്ടൻ്റെ വീടാണോ? ആ, എൻ്റെ വീട് ഇവിടെ അല്ല, എൻ്റെ വീട് അങ്ങ് കൊടങ്ങാവളെ, നെയ്യാറ്റിക്കര. ഓ, ഇതെന്റെ ചേട്ടൻ്റെ വീട്. ചേട്ടനും പെങ്ങളും ഒക്കെ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ചേട്ടൻ, ചേട്ടത്തി, പിന്നെ മോള്, മോന്, മേളി പിന്നെ അളിയനും പെങ്ങളും. എന്നെ വിളിച്ചില്ലേ? അത് പെങ്ങളത്. അപ്പൊ പണിയൊക്കെ കുറവാണ്ട് ഞാൻ ഇവിടോട്ട് വന്നിട്ടേ ഇവിടെ അപ്പൊ കുറച്ച് ആളുമായിട്ട്. നിങ്ങൾ അങ്ങോട്ടേക്ക്. ആ ശരി. പഠിക്കുവാണോ? ആ അതെ, പഠിക്കുക. ആണോ?
കേട്ടോ കൂട്ടുകാരെവിടെ? ആ അവൻ ഫോൺ എന്തോ വന്ന് അങ്ങോട്ട് പോയതായിരിക്കും. ഫോൺ വന്നിട്ട് എവിടെ പോകാന്? അങ്ങോട്ട് പോയി? അല്ല അങ്ങോട്ട് മാറിയതായിരിക്കും. അങ്ങനെ എവിടെ മാറിപ്പോനാ? നീ എവിടെ പോയി? അല്ല വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കകത്ത്. അതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തിടത്തില്ല. അല്ല ചേട്ടൻ പണിയായിരുന്നു അവിടെ, അതുകൊണ്ട്. ഇവിടെ അതിന് വെള്ളം എടുത്ത് തരാൻ ആരുമില്ല. ഞാൻ എടുത്തിട്ടാ ചെല്. ഇല്ല വേണ്ട ചേട്ടാ, കുഴപ്പമില്ല. ദാഹം മാറിയാ? അല്ല പണിയെടുക്ക. വാ. ഇതിപ്പോ ഞാൻ നോട്ട് കാര്യമായിട്ടുള്ള പണിയൊന്നും അറിയുന്നില്ല. സ്ലോ സ്പീഡ് കുറവായിരുന്നു. ഇല്ല ചേട്ടാ, വന്നപ്പോഴേ 5-6 തൊട്ട് ഓഫായി, അതുകൊണ്ട്. സ്ലോ സ്പീഡ് ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഷോറൂമിലാണ് കൊണ്ട് കാണിച്ചാൽ മതി. ആ ബാ സാധനം കിട്ടി. ശരി, പണിയുണ്ട്. ചൂടോടെ കളിക്കാം, കഴിക്കാം. മക്കളെ ഇതിപ്പോ കൊടുക്കണം. മക്കൾ നോക്കാം, ഞാൻ വരാം. നിങ്ങള് വെള്ളത്തിൽ കിടക്കാണോ ഓടിയായിരുന്നു? ഇല്ല 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 ഇല്ല. അതെ അങ്ങനെ ചോദിക്കും. ദാ ഇവിടുത്തെ ഈ കാർബണിന്റെ ഈ സൈഡ് അടിച്ചപ്പോൾ കുറെ വെള്ളം പോയി ഇങ്ങനെ. അതിന്റെ ആണോന്ന് അറിയത്തില്ല. അച്ഛാ പണി ചെയ്തോണ്ടിരിക്കുക. വന്നേ ഇതിൽ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഈ പോക്കുവരവാ. എന്തുവാ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? അത് തീരെന്ത്? അവരെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങോട്ട് വന്നേ. അത് പണി ചെയ്തൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങോട്ട് ഒരു കാര്യമുണ്ട്. ആ ഞാൻ വരാം. വീട്ടിലെ ഓരോ കാര്യങ്ങൾ. ഇപ്പോഴേ വേറെ ഇപ്പൊ പമ്മല് ഫീൽ ചെയ്യുന്നില്ല. ചേട്ടാ ഓടിച്ചു പോകാൻ പറ്റുമോ? വഴിയിലാവൂലല്ലോ. ഇല്ലില്ല, ഓടിച്ചു പോകും, കുഴപ്പമൊന്നുമില്ല. കാർബേറ്റിന്റെ സൈഡിൽ കുറച്ച് വെള്ളം പോലെ ഉണ്ട്. അത് ആ ട്യൂബ് വലിച്ചു കൂരിയപ്പോൾ അത് കുറെ അങ്ങ് പോയി. വേറെ പ്രശ്നമൊന്നുമില്ല. ചേട്ടാ ഇത് ശരിയാക്കി വയ്ക്കുമെങ്കിൽ ഞങ്ങൾ നാളെ വന്ന് എടുത്തോളാം. ഇവിടെ ഇരിക്കട്ടെ വണ്ടി. അല്ല അത് വേണ്ട, നാളെ വേറെ പണിയുണ്ട്. അതുവരെ ഓടിച്ചു പോകാൻ പറ്റുമല്ലോ, കുഴപ്പമില്ല. വഴിയിലാവൂലല്ലോ അല്ലേ? വഴിയിലാവത്തില്ല. അതോ ഇനി ഇങ്ങനെ ഒരു കംപ്ലൈന്റ് നീ വരുവാണെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ കാണിത് കേട്ടോ. ഞാൻ ഈ ബൈക്കിന്റെ കൂടുതൽ ഇതങ്ങനെ കൂടുതൽ എടുക്കാറില്ല. ചേട്ടാ എത്രയായി? 200 മതി. നിങ്ങൾ എവിടെ ഉള്ളതെന്ന് പറഞ്ഞത്? ഞങ്ങൾ പേയാട്. ശരി ചേട്ടാ. ഓ ശരി ശരി. ഓക്കെ അല്ലേ? റേസ് ചെയ്തെടുത്തോ. നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? മാമിക്ക് അറിഞ്ഞാത്തോണ്ട് അവര് ശരിയല്ല മാമി. പിന്നെ ഇതന്നെ വെള്ളരിക്കപ്പെടണോ? ഒരു ഗ്യാങ് ആണ് അവര്. പിന്നെ എന്ത് ഗ്യാങ്? ഒരു ഗ്യാങ്ങും ഇല്ല. അന്നേ പറഞ്ഞു. ഈ റൊണാൾഡെങ്കിലും എങ്ങനെയായിരിക്കും അവര് ആ വന്ന രണ്ടുപേരെ? ഈ റൊണാൾഡോ അച്ചാച്ചൻ എന്തിനാ കണ്ടാ ലെവലാദികളുടെ ഒക്കെ പണിയെടുക്കും? എനിക്ക് അവരെ പരിചയം ഇല്ലിപ്പണ്ണല്ലേ ഉറക്കത്തിൽ തന്നെ വിളിച്ചത്. അവര് ശരിയല്ല ശരിയല്ലേ? ആ ഇല്ലിപ്പെണ്ണ് എന്ന് പറഞ്ഞാൽ അമ്മാരെ പണി ചെയ്യേണ്ട വിടാൻ പറയുന്നു.
ശരി ഇതെന്താ സംഭവം, എന്താ കാര്യം പറ. റൊണാൾഡോ ഞാൻ +2 പഠിച്ചപ്പം ഇവർ എന്റെ സീനിയേഴ്സ് ആയിരുന്നു. അപ്പൊ എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അശ്വതി. അതിന്റെ അകത്ത് ഒരു ചേട്ടനില്ലേ സിബി എന്ന് പറഞ്ഞൊരു താടി, ആ ചേട്ടന് ഇവളടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. അപ്പം എപ്പോഴും പിറകെ നടക്കും. ഇവൾക്കാണെങ്കിൽ ആ ചേട്ടന് ഇഷ്ടമല്ല. പിറകെ നടന്ന് ലാസ്റ്റ് +2 എക്സാമിന്റെ ഒക്കെ സമയത്ത് അപ്പൊ പിന്നെ ഇവള് എസ് പറയാത്തതിന് ഇവളുടെ കൂട്ടുകാരായ നമ്മളടുത്തും കൂടെ ശല്യപ്പെടുത്തും. വിളിക്കുന്നു, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നു, ഒരു ഇതും ഇല്ല. എക്സാം സമയം മാമി. അപ്പൊ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ട് പ്രിൻസിപ്പാളിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്ത്. ഒട്ടും അവൾക്കും ഇഷ്ടമല്ല. അപ്പൊ പ്രിൻസിപ്പാള് ഈ ചേട്ടനെ വിളിച്ച് ഭയങ്കര എല്ലാരും മുമ്പ് വെച്ച് ഇൻസൾട്ട് ഒക്കെ ചെയ്ത്. അപ്പൊ ചേട്ടൻ അറിഞ്ഞു ഞാനാണ് ഇതിന്റെ പിറകില്. അന്ന് തൊട്ട് എന്നെ കണ്ടുകൂടാ. അത് പറ. ഇവിടെ നിന്നെ തിരക്കി വന്നതായിരിക്കും ഇവിടെ. ആണ് കാര്യം, വണ്ടി പണിയേക്കാൻ കൊണ്ടുവന്നു. ഇപ്പം വിളിച്ചില്ലേ, അപ്പൊ വണ്ടി മിസ്സിംഗ് ആന്ന് പറഞ്ഞു. ഞാൻ ശരിയാക്കി കൊണ്ടിരുന്നപ്പം അമ്മാരാ തിട്ടായിരുന്നേ കിണറിന്റെ അവിടെ. ഞാൻ പണിയുടെ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഒരുത്തനെ കാണുന്നില്ല. അപ്പൊ ഞാൻ മറ്റേനോട് എന്തെടുത്ത് വെച്ചപ്പോൾ ഫോൺ ചെയ്യുമായിരിക്കും. അപ്പൊ എനിക്കത് അത്ര ഇതായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ നമ്മുടെ താഴെ പരന്ന് ഇറങ്ങി വരുന്നു അകത്തുനിന്ന്. അപ്പൊ ഞാൻ നീന്തോടെ ഇവിടെ ചോദിച്ചപ്പോ പറഞ്ഞു വെള്ളം കുടിക്കാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക്. അപ്പൊ അവസാനം വെള്ളവും വേണ്ട, പിന്നെ അവിടെ വന്നിരുന്നു. എന്റെ ദൈവം കൊച്ചങ്ങാനും അപ്പൊ അകത്തുണ്ടായിരുന്നെങ്കിൽ എന്നെ തപ്പി അന്ന് പറഞ്ഞതാ ഇത് ഇവിടെ കൊണ്ട് തീരൂല, നീ ഇനി ഇവിടെ ഈ നാട്ടിൽ തന്നെയല്ലേ ഉള്ളേന്ന്. ഒത്തിരി തിരക്കായിരിക്കും വീട്ടിൽ കയറി. പെരക്കാത്ത് കയറിയ സ്ഥിതിക്ക് ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഏട്ടനോട് പറയാം, അതാ നല്ലത്. ഞാൻ അശ്വതി വിളിച്ചു പറഞ്ഞു. അവളിപ്പോ ഭയങ്കര ടെൻഷൻ, അവൾ ഇപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ കാര്യമല്ലേ. കഴിഞ്ഞ കാര്യം 1 വർഷം കഴിഞ്ഞ് അവൻ ഇവിടെ തിരക്കി വരും. എങ്കിൽ അന്നേരം പറഞ്ഞാൽ ഞാൻ അവനെ കൈയോടെ പിടിച്ചിരിക്കത്തില്ല. മാമിന്റെ അടുത്ത് പറഞ്ഞിട്ടാണോ വീണ്ടും വരാം. അവര് പേടൊക്കെ ഉള്ള അവിടെ താമസിക്കുന്നത്. അവിടെ ഒരു വലിയൊരു ഗ്യാങ് ഒക്കെ. അത് ശരിയല്ല മാമി. റൊണാൾഡോ കാണാതിരുന്നു. അറിയത്തില്ലല്ലോ അത് ആരാണെന്ന്. ലില്ലിപ്പണ്ണെ വിളിച്ചല്ലേ ഇറക്കിയ. ലില്ലിപ്പണ്ണിന്റെ തല്ലേ വന്ന് ചോദിച്ചേ മെക്കാനിക്ക് ഉണ്ടോന്ന് ചോദിച്ചു. ഞാനിത് അറിയുന്നു. വീട്ടിൽ വന്ന പണി നമ്മൾ ചെയ്യുവാന്ന് വിചാരിച്ചു. എന്താട്ടാ? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നേ. എന്തിനാ? നീ എന്തിനാണ് എന്റെ വീട്ടിൽ വന്നത്? അത് വണ്ടി ശരിയാക്കാൻ. നീ വണ്ടി പണിക്കാനല്ലല്ലോ വീട്ടിൽ വന്നത്. പിന്നെ കൂടുതൽ വിലച്ചെടുക്കരുത്. നിനക്ക് എന്തോടാ മുത്തിന്റെ അടുത്ത് ഇത്ര പ്രശ്നം? എടാ നാണമാനായിട്ടാ പഠിക്കാൻ പോകുന്നിടത്ത് പ്രേമിക്കാൻ നടക്കുക. അവർക്കത് പറ്റത്തില്ല കംപ്ലൈന്റ് ചെയ്യുമ്പോൾ റിവെഞ്ച് ചെയ്യേ ഒട്ടാതെ വരുന്നില്ലല്ലോ. പല പ്രശ്നങ്ങൾ കാണാം. ഈ വീട്ടുകാർ കിടന്ന് ജാടാണിക്കണം. എന്തിനാ? പിന്നെ വീട്ടുകാരല്ലോ എന്റെ കൊച്ചിന് ആവശ്യം വരും. പിന്നെ ഞാൻ ചോദിക്കാൻ പറഞ്ഞത് നിന്നെ വീട്ടിൽ പൊട്ടിക്കാനാ ഞാൻ നിന്റെ ഷാജിയാണ്. നിങ്ങളെന്താ ഇവിടെ? എടാ ഇതെന്റെ മോനാടാ. എടേ നീ എന്തിനിപ്പോ ഇവിടെ വന്നത്? ഞാൻ ഇവന് 2 അടി കൊടുക്കാനായിട്ടാണ്. അടിക്കാനാ ഇവനെ? നീ എന്നാ പിന്നെ അടിയടാ. എടാ അടിയടാ. നീ വേറെ സംസാരിക്കണ. നീ അടിക്കാൻ വന്നതല്ലേ? നീ അടിച്ചതിന് ശേഷം സംസാരിച്ചാ മതി. ഞാനൊന്ന് കാണട്ടെ അടിക്കണത്. ആര്യാണ, ഇത് അണ്ണന്റെ വീടാണോ അണ്ണന്റെ മോനാണെന്നോ എനിക്കറിയത്തില്ല. ഞാൻ ഇവനെ തിരക്കിയാണ് വന്നത്. ഞാൻ പറഞ്ഞില്ല അടിക്കാൻ തന്നെ വന്നത്. അതിന് തക്കതായ ഒരു കാരണമാണ്. എന്ത് കാരണം? ലേറ്റസ്റ്റ് നേതാവ് എന്റെ മച്ചമ്പിയാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം. മച്ചമ്മിയുടെ മോള് മുത്തും ഇവനും സ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചത്. അല്ലേടാ? അപ്പൊ മുത്തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരിയെ ഇവൻ പ്രണയിക്കാനങ്ങനെ നടക്കുകയോ അവർ പിന്നെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കംപ്ലൈന്റ് ഒക്കെ ചെയ്തു. അങ്ങനെ ഇവന് സ്കൂളിൽ നിന്ന് 1 മാസം കണ്ട് ഡിസ്മിസ് ചെയ്യാൻ എന്താ പ്രശ്നം ഉണ്ടായി. അതെപ്പോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഇവൻ ഇത്രയും നാളും കഴിഞ്ഞിട്ട് എൻ്റെ വീട് തിരക്കി വന്നേക്കുന്നു എൻ്റെ കൊച്ചിനടുത്ത് പ്രതികാരം വീട്ടെ. അപ്പൊ പിന്നെ ഞാൻ തിരക്കി വരട്ടെ. അണ്ണൻ പറ, അണ്ണനായിരുന്നു അവസാനത്ത് എന്ത് ചെയ്യും? എടാ ഈ പറയണൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാൻ വണ്ടി ശരിയാക്കാൻ പോയത് അല്ല, വേറെ ഒന്നിനും അല്ലേ. എടാ ഇവ എന്ത് പറയണേ? നീ എന്ത് പറയണേ? എടാ ഉള്ളത് പറ, കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് ഇവനെ തിരക്കി വരണമെങ്കിൽ തക്കതായ കാരണം. നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് നിങ്ങൾ എന്നെ കാണുന്നു? എടാ ഈ പറയണതൊക്കെ ഉള്ളത് തന്നെയാടാ. ഇല്ല എടാ കള്ളം പറയല്ലോ. ഒറ്റയടിക്ക് ഉറക്കണില്ലേ? ഉള്ളവരാടാ. ഇല്ല വണ്ടി ശരിയാക്കാൻ പോയത്. വണ്ടി ശരിയാക്കണ ഇത്ര ദൂരം ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലും കാരണമല്ല. വണ്ടി പണിക്കാനെന്നും പറഞ്ഞ് ഇവൻ അവിടെ വന്നത് എനിക്കത് അറിയത്തില്ല. ഞാൻ വണ്ടി പണിഞ്ഞു കൊടുത്തു. പോയി കഴിഞ്ഞാണ് മുത്തന്നോട് ഈ കാര്യം പറയുന്നത്. ഇതെങ്ങാണം മച്ചമ്പിമാർ അറിയാമല്ലോ, നമ്മളെ ഇന്ന് കൈ നിൽക്കൂല. തൽക്കാലം നീ അവരോടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയണതെല്ലാം സത്യമാണെന്നുള്ള എനിക്കറിയാം. നീ ഒരു കള്ളവും പറയണ്ട. എടാ നിന്നെ പഠിക്കാനല്ലേ ഞാൻ അയച്ചത്, അല്ലാതെ വല്ല പെമ്പിള്ളേരെ പുറകെ നടന്നേ റിവെഞ്ച് ഉണ്ടാക്കാനല്ല. പറഞ്ഞാൽ മനസ്സിലായ? എടാ റൊണാൾഡേ, നിനക്കറിയാമോ 10-15 കേസ് ഉണ്ടായിരുന്നതാ. അതിൽ നിന്ന് ഓരോന്നായിട്ട് ഞാൻ ഊരിക്കൊണ്ട് വരികയാണ്. ആ സമയത്താണ് ഇവ ഓരോ വള്ളിയും കൊണ്ടുവരണത്. ഇനി നീ പഠിക്കാൻ പോണ്ട, മതി. താക്കോൽ വിടറാ. ഓ അതൊരു പോടാ വണ്ടി താക്കോൽ ഷാജിന്
നിങ്ങളത് നെയ്യാറ്റിൻകരയിൽ ഇങ്ങോട്ട് എടാ ഒന്നും പറയണ്ട. അവിടെ കിടന്ന ഗുണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒരു മുദ്ര കുത്തിവെച്ച് അവിടെ നിന്ന് ഇവിടെ വന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നതാ. ഇവന്മാരെങ്കിലും പഠിപ്പിച്ച് രക്ഷപ്പെടുത്തി എങ്ങനെയെങ്കിലും കൊണ്ടുപോകാന്ന് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. ഇവനൊക്കെ കാരണം ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോണെന്തോ. ഇനി നിന്റെ ചേട്ടന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ വരും? ഏത് മുഖം വെച്ച് വരും? നീ പറ. മച്ചന്മാരി കാര്യമൊന്നും അറിയത്തില്ല, ഞാൻ നോക്കിക്കോളാം. പക്ഷെ അണ്ണ എനിക്കൊരു ഉറപ്പ് പറഞ്ഞു, അണ്ണൻ്റെ മോൻ്റെ നിഴല് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് എൻ്റെ കൊച്ചിനെടുത്തോണ്ടാകും. അത് ഉറപ്പ് ഞാൻ തരുന്നു. ഇനി ഒരു കാരണവശാലും അവന്റെ നിഴൽ ആ ഏരിയയിലേ വരൂല. അത് ഞാൻ ഷാജിയുടെ വാക്ക് എനിക്ക് ഉറപ്പ്. അത് മതി. ഓക്കെ, പിന്നെ സുഖം തന്നെയാണ്. സുഖം. പഴയ നമ്പർ തന്നെയല്ലേ? അണ്ണൻ വിളിക്കാൻ അവിടെ ഉണ്ട്. ഞാൻ വിളിക്കും. ഓക്കെ, അപ്പോൾ അത് ഉറപ്പ്. ഞാൻ നിനക്ക് ഉറപ്പ് തരല്ലേ? ഓ ഇവനാ ഞാൻ ഇന്ന്. കർത്താവേ, തീപ്പൊരി ഷാജിയുടെ പഴയ സ്വഭാവത്തിനാന്ന് എൻ്റെ വയറ്റിൽ ഒരു 10-14 തയ്യൽ വീണാനെ. ഭാഗ്യത്തിന് അടിയും കൊണ്ടില്ല, പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ആവുകയും ചെയ്തു. Aliens.